ഇംഗ്ലീഷിൽ ഒരു വേർഡിന് തന്നെ ഡിഫറെൻറ്റ് മീനിങ്സ് ഉണ്ടാകും, മൾട്ടിപ്പിൾ മീനിങ്സ്. അത്തരത്തിലുള്ള വേർഡ്സ് ഒരുപാട് ഇംഗ്ലീഷിലുണ്ട്. പക്ഷേ ഇത്തരം വേർഡുകളുടെയൊക്കെ മീനിങ്, ഡിഫറെൻറ്റ് മീനിങ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം സിമിലറായിട്ടുള്ള മീനിങ് ഒന്നുമല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ആയിരിക്കും. നമ്മൾ പലപ്പോഴും ഡിക്ഷണറിയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രയോ ഡിഫറെൻറ്റ് മീനിങ്സ് ആണ്, ഇങ്ങനെയും ഒരു മീനിങ് ആ വേർഡിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ അഡ്വാൻസ്ഡ് ലെവലിലുള്ള എക്സാംസൊക്കെ എഴുതുന്ന കുട്ടികൾക്ക് റീഡിംഗ് സെക്ഷൻ ഉണ്ടാവും, ലിസണിങ് സെക്ഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു വേർഡിൻ്റെ മീനിങ് ഇന്നതാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും, പക്ഷേ ആകെ കൺഫ്യൂസ്ഡ് ആവും. ഒരു ഡിഫറെൻറ്റ് മീനിങ്ങിൽ ആ ഒരു നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മീനിങ്ങിലല്ല ആ ഒരു പാസേജ് വരുന്നത് എങ്കിൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയി പോവില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള മീനിങ്ങുകൾ, ഡിഫറെൻറ്റ് മീനിങ്സും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് നമുക്ക് കുറച്ച് വാക്കുകൾ അത്തരത്തിലുള്ളത് പരിചയപ്പെടാം. ഒരു വേർഡ് നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് ഒരു മീനിങ്, അതൊരു വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു മീനിങ്. അങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ ഇന്ന്, കുറച്ച് വാക്കുകൾ മാത്രം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നു. ശ്രദ്ധിക്കുക, തീർച്ചയായും ഈ ലെസൺ യൂസ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് വേർഡ് ഡോക്ടർ. ഡോക്ടർ എന്ന വാക്ക് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ്. ഡോക്ടർ എന്നാൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ, എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണത്, എല്ലാവർക്കും അറിയാവുന്ന വാക്കും ആണ്. ഒരു നൗൺ ആയിട്ട് ഡോക്ടർ എന്ന് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് തന്നെയാണ്. പക്ഷേ ഡോക്ടർ എന്ന വാക്ക് ഒരു വേർബായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ്, അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ്. സ്പെല്ലിംഗ് ഒക്കെ സെയിം തന്നെ, പക്ഷേ മീനിങ് ഡിഫറെൻ്റ് ആണ്. ടു ഡോക്ടർ സംതിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ഡോക്യുമെൻ്റ് നമ്മൾ ഫേക്കാക്കി മാറ്റുക. ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റോ ഒരു ഫോട്ടോഗ്രാഫോ അതല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒറിജിനലാണ് എന്ന് തോന്നുന്ന തരത്തിലേക്ക് പല കാര്യങ്ങളും ചെയ്തിട്ട് അതിനെ മാറ്റില്ലേ. ടു ചേഞ്ച് എ ഡോക്യുമെൻറ്റ് ഇൻ ഓർഡർ ടു ഡിസീവ് പീപ്പിൾ, ആളുകളെ ചീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒറിജിനലാണെന്ന് തോന്നുന്ന തരത്തിലേക്ക് ഒരു സർട്ടിഫിക്കറ്റിനെ മാറ്റുക, പല കാര്യങ്ങളും അതിൽ ചെയ്തിട്ട്, അതിനാണ് ടു ഡോക്ടർ സംതിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ എന്ന വാക്ക് അവിടെ ഒരു വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കൂ, വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു മീനിങ് ആണതിന്, അല്ലേ? പക്ഷേ നമ്മൾ ഡോക്ടർ എന്ന് നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മീനിങ് ആണതിന്. എത്രയോ ആളുകളെ ട്രീറ്റ് ചെയ്യുന്നതും രക്ഷപ്പെടുത്തുന്നതുമാണ് ഒരു ഡോക്ടർ. പക്ഷേ ടു ഡോക്ടർ സംതിങ് എന്ന് പറയുമ്പോൾ വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് അതിന് കിട്ടും. ടു ഫേക്ക് സംതിങ് എന്നാണ്, ടു ഫാൾസിഫൈ അല്ലെങ്കിൽ ടു ഫേക്ക് സംതിങ്. അത് ഒരു ഡോക്യുമെൻ്റ് ആകാം, ഒരു റിപ്പോർട്ടാകാം, ഒരു സർട്ടിഫിക്കറ്റ് ആകാം, ഒരു ഫോട്ടോഗ്രാഫ് ആകാം, ഒക്കെ നമുക്ക് മാറ്റി ചേഞ്ച് ചെയ്തിട്ട് അത് ഒരു ഫേക്ക് ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, അതൊരു ഒറിജിനലാണ് എന്ന് തോന്നുന്ന തരത്തിൽ മാറ്റുക, അതാണ് ടു ഡോക്ടർ സംതിങ് എന്ന് പറയുന്നത്. അടുത്ത വാക്ക് സ്ട്രെസ്. സ്ട്രെസ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ്. സ്ട്രെസ് ഒരു നൗണായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് ടെൻഷൻ. ഓ, എനിക്ക് വല്ലാത്ത സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വല്ലാത്ത ടെൻഷൻ ഫീൽ ചെയ്യുന്നു എന്നാണ്. സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ എക്സാമിന് മുമ്പ് ഒരു ടെൻഷൻ, സ്റ്റുഡൻസ് ഫീൽ ടെൻഷൻ ബിഫോർ ദി എക്സാം. ചില ആളുകൾക്ക് ചില പ്രസൻറ്റേഷൻസ് അതിന് മുൻപ് ആയിരിക്കും, ബിഫോർ എ പ്രസൻറ്റേഷൻ ദേ ഫീൽ ടെൻഷൻ. ചില ആളുകൾക്ക് അങ്ങനെ പല കാര്യങ്ങളിലും ടെൻഷൻ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അല്ലേ? അപ്പോൾ ടെൻഷൻ ആണ് സ്ട്രെസ് എന്ന് നൗൺ ഫോമിൽ ഉപയോഗിക്കുമ്പോൾ. സ്ട്രെസ് മീൻസ് ടെൻഷൻ. പക്ഷേ സ്ട്രെസ് എന്ന വാക്ക് നമുക്ക് വേർബായിട്ട് ഉപയോഗിക്കാം. അതിന് മീനിങ് ടു എംഫസൈസ് എന്നാണ്. ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒന്ന് എംഫസൈസ് ചെയ്ത് പറയൂ. എംഫസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഊന്നൽ കൊടുക്കുക. I would like to stress the importance of backing up computer files. കമ്പ്യൂട്ടർ ഫയൽസ് ഒക്കെ ഇങ്ങനെ ബാക്കപ്പ് ചെയ്ത് വെക്കേണ്ടത് വളരെ ആവശ്യമല്ലേ? അപ്പോൾ I would like to emphasize എന്നാണ് അവിടെ മീനിങ്. I would like to stress എന്ന് പറഞ്ഞാൽ ഊന്നൽ കൊടുക്കുക. അടുത്ത വാക്ക് ഹെഡ്. ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡ്, തല. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അതൊരു ബോഡി പാർട്ടാണ്. ഇനി ഹെഡ് എന്ന വാക്ക് നൗണായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ആ ഒരു മീനിങ്, അതേസമയം അത് വേർബായിട്ട് ഉപയോഗിക്കാം. ഹെഡ് എന്ന വാക്ക് വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ് ടു ലീഡ് എന്നാണ്.
സാധാരണ ഒരു ബിസിനസ് കോണ്ടെക്സ്റ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഷീ ഹെഡ്സ് ദ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹീ ഹെഡ്സ് ദ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ ഷീ ഹെഡ്സ് എന്ന് പറയുമ്പോൾ ഷീ ലീഡ്സ്, നയിക്കുക എന്ന് പറയില്ലേ, അതാണ്. ഷീ ഹെഡ്സ് ദ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഷീ ഈസ് ഇൻചാർജ് ഓഫ് ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ്. ഷീ ഈസ് ദ ടോപ്പ് പേഴ്സൺ ഇൻ ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി വേറൊരു വേർഡാണ് സെൻറ്റൻസ്. സെൻറ്റൻസ് എന്ന് പറഞ്ഞാലും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡാണ്. സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു വാക്യം, അതിനൊരു സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു വേർബ് ഉണ്ടാവും, പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും, അതുപോലെ അത് എൻഡ് ചെയ്യുന്ന ഒരു ഫുൾ സ്റ്റോപ്പിലായിരിക്കും. ഇതൊക്കെ നമുക്ക് വളരെയധികം അറിയാവുന്നൊരു കാര്യമാണ് സെൻറ്റൻസ്. അത് ഒരു നൗണായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് സെൻറ്റൻസ് എന്നതിന് വാക്യം എന്ന മീനിങ് ഉള്ളത്. അതേസമയത്ത് ടു സെൻറ്റൻസ് സംവൺ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വളരെ ഡിഫറൻ്റ് ആണ്. ടു സെൻറ്റൻസ് സംവൺ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു കുറ്റം ചെയ്ത ഒരാൾക്ക് ശിക്ഷ വിധിക്കില്ലേ, ശിക്ഷ വിധിക്കുക, ഡിക്ലെയർ ദ പണിഷ്മെൻറ്റ് ഫോർ എ ഗിൽറ്റി പേഴ്സൺ. കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പണിഷ്മെൻറ്റ് വിധിക്കും, പണിഷ്മെൻറ്റ് ഡിക്ലെയർ ചെയ്യും. അതാണ് ടു സെൻറ്റൻസ് സംവൺ എന്ന് പറയുന്നത്. ടു ഡിക്ലെയർ എ പണിഷ്മെൻറ്റ് ഫോർ സംവൺ ഹൂ ഈസ് ഫൗണ്ട് ഗിൽറ്റി. ഷീ ഈസ് സെൻറ്റൻസ്ഡ് ടു ലൈഫ് ഇംപ്രിസൺമെൻറ്റ്. ഷീ ഈസ് സെൻറ്റൻസ്ഡ് ടു ലൈഫ് ഇംപ്രിസൺമെൻറ്റ്. അപ്പോൾ ലൈഫ് ഇംപ്രിസൺമെൻറ്റ്, ജീവപര്യന്തം തടവിന് അവൾ ശിക്ഷിക്കപ്പെട്ടു എന്നാണ്. ഷീ ഈസ് സെൻറ്റൻസ്ഡ്. നോക്കൂ, സെൻറ്റൻസ്ഡ് എന്നത് അവിടെ വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത വാക്ക് ഫോയിൽ. ഫോയിൽ എന്നാൽ ഒരു മീനിങ്, ഒരു നൗണായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ് വളരെ കനം കുറഞ്ഞ ഒരു ലോഹ തകിട്, മെറ്റലിൻ്റെ ഒരു ഷീറ്റ്. സാധാരണ നമ്മൾ അലൂമിനിയം ഫോയിൽ എന്ന് പറയാറില്ലേ, അലൂമിനിയം ഫോയിൽ. അത് നമ്മൾ ബേക്കിങ്ങിനും കുക്കിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് അലൂമിനിയം ഫോയിൽ. അപ്പോൾ അത് വളരെ തിന്നായിട്ടുള്ള ഒരു ലോഹ തകിട്, ഒരു മെറ്റൽ ഷീറ്റിനാണ് അങ്ങനെ ഫോയിൽ എന്ന് പറയുന്നത്. അതേസമയം ഫോയിൽ എന്ന വാക്ക് നമുക്ക് ഒരു വേർബായിട്ട് ഉപയോഗിക്കാം. ടു ഫോയിൽ സംതിങ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ടു പ്രിവെൻറ്റ് എ ബാഡ് ഈവൻറ്റ് ഫ്രം ഹാപ്പനിങ് എന്നാണ്. ഒരു മോശമായ ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ അത് പ്രിവെൻറ്റ് ചെയ്യുക, അതാണ് ടു ഫോയിൽ സംതിങ് എന്ന് പറഞ്ഞാൽ. ദ പോലീസ് ഫോയിൽഡ് ദ റോബറി എന്ന് പറഞ്ഞാൽ ആ റോബറി നടക്കാതിരിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തു, അത് പ്രിവെൻറ്റ് ചെയ്തു. ദ അതോറിറ്റീസ് ഫോയിൽഡ് ദി അറ്റാക്സ്. അറ്റാക്സ് തടയുന്നതിന് വേണ്ടി അതോറിറ്റീസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു, അത് നടക്കാതിരിക്കുന്നതിന് അത് പ്രിവെൻറ്റ് ചെയ്തു എന്നാണ് ഫോയിൽഡ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വേർഡ് ഹാർബർ. ഹാർബർ എന്ന വേർഡ് നൗണായിട്ടും വേർബായിട്ടും ഒക്കെ ഉപയോഗിക്കാം. നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം തുറമുഖം എന്ന മീനിങ് ആണ്. ഇപ്പോൾ ഷിപ്പൊക്കെ വന്നിട്ട് ആ കോസ്റ്റൽ ഒരു ഏരിയയിൽ വന്നിട്ട് അവിടെ നങ്കൂരമിട്ട് കിടക്കുന്ന ഒരു സ്ഥലം, സേഫ്, അതാണ് ഹാർബർ, തുറമുഖം. അത് ഷിപ്പിനൊക്കെ അവിടെ വളരെ സേഫായിട്ട് അവിടെ കിടക്കാൻ സാധിക്കും. ഇനി ടു ഹാർബർ എന്ന് പറഞ്ഞാൽ വേറൊരു മീനിങ് ആണ് അതിന്. അത് വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ടു ഹാർബർ എന്ന് പറഞ്ഞാൽ അഭയം നൽകുക. ഇപ്പോൾ വളരെ ക്രിമിനലായിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾക്ക് അഭയം കൊടുക്കുക, അയാളെ ഹൈഡ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ടു ഹൈഡ് എ ക്രിമിനൽ ഓർ എ വാണ്ടഡ് പേഴ്സൺ. ഇപ്പോൾ പോലീസിന് വാണ്ടഡ് ലിസ്റ്റിൽ ഉള്ള ആളുകളെയൊക്കെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാവും, പക്ഷേ അവരെ നമ്മൾ ഹൈഡ് ചെയ്തിട്ട് അവരെ പോലീസിന് പിടികൊടുക്കാതെ അവർക്ക് അഭയം കൊടുക്കുക എന്ന് പറയുന്നതിനും നമുക്ക് ടു ഹാർബർ എ പേഴ്സൺ എന്ന് പറയാം. അപ്പോൾ ഇന്ന് പഠിച്ച ഈ വാക്കുകളൊക്കെ അതിൻ്റെ നൗൺ ഫോമിൽ ഉപയോഗിക്കുമ്പോഴും വേർബായിട്ട് ഉപയോഗിക്കുമ്പോഴുമൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള മീനിങ് ആണ് എന്ന് മനസ്സിലായല്ലോ.